അങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തിയിരിക്കുന്നു. ഇന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്, ഇന്ന് പോരുവാണ്. നമുക്ക് 11:30ക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവാണ്. എന്തായാലും 3 ദിവസത്തെ യാത്ര അടിച്ചു പൊളിച്ചു. നമുക്കിപ്പം രാവിലെ തന്നെ ഇറങ്ങേണ്ടതുള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ കഴിച്ചു. ഇവിടെ ഞങ്ങൾ റമദ ഹാർബർ വ്യൂ എന്ന് പറയുന്ന 4 സ്റ്റാർ ഹോട്ടലാണ് എടുത്തിരിക്കുന്നത്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു കുപ്പി വെള്ളം പോലും നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് ലഭിക്കുകയില്ല. അത് മിക്കവാറും ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ അങ്ങനെയാണ്. ഓരോ ചെറിയ സർവീസിന് പോലും ഈ ഹോട്ടലുകാർ പൈസ ഈടാക്കും. നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഏറ്റവും നല്ല മാർഗം MTR എടുക്കുക, അതായത് ഇവിടുത്തെ മെട്രോ എടുക്കുക. എന്നിട്ട് അവിടുന്ന് എയർപോർട്ട് എക്സ്പ്രസ് കണക്ട് ചെയ്തെടുക്കുക. അത് എങ്ങനെയാണെന്നുള്ളത് ചെയ്യുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് മെട്രോ സ്റ്റേഷനാണിത്. അണ്ടർഗ്രൗണ്ടാണ് ഇവിടെ. ശരിക്കും ലണ്ടനിലേക്ക് അതേ സിസ്റ്റം തന്നെ. അവിടുത്തെ മെട്രോ ട്രെയിൻ ലണ്ടൻ ട്യൂബ് എന്നാണ് അറിയപ്പെടുന്നത്. ഹോങ്കോങ്ങിലെയും ഏകദേശം അതേ ഒരു സിസ്റ്റം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഹോങ്കോങ്ങിലെ പല കാര്യങ്ങൾക്കും ലണ്ടനുമായിട്ട് ഒരുപാട് സാമ്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. ഒരുപക്ഷെ പണ്ട് ഇതൊരു ഇംഗ്ലീഷ് കോളനി ആയിരുന്നത് കൊണ്ടാവാം ആ ഒരു സാമ്യത നമുക്ക് തോന്നുന്നത്. ഇവിടുന്ന് ഹോങ്കോങ് സെൻട്രൽ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തിയിട്ട് അവിടെ നിന്നാണ് നമുക്ക് എയർപോർട്ട് എക്സ്പ്രസ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് ഹോങ്കോങ് സെൻട്രൽ. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. എയർപോർട്ട് എക്സ്പ്രസ് ഹോങ്കോങ് മെട്രോ അണ്ടർഗ്രൗണ്ട് ആണെങ്കിലും ഈ എയർപോർട്ട് എക്സ്പ്രസ് എന്ന് പറയുന്ന ഓവർഗ്രൗണ്ട് ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു സ്റ്റേഷനിലാണ് എയർപോർട്ട് എക്സ്പ്രസ് വരുന്നത്. എയർപോർട്ട് എക്സ്പ്രസിൻ്റെ സ്റ്റേഷൻ വേറെ ലെവലാണ്. നല്ല എന്താ പറയുക, എയർപോർട്ടിലെ പോലെ തന്നെയുള്ള സ്റ്റാൻഡേർഡ് ഫെസിലിറ്റീസ് ഉണ്ട്. പെർ ഹെഡ് ശരിക്കും $110 ആണ്. അപ്പം നമ്മൾ 4 പേര്, നമ്മൾ എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സപ്പോസ് നമ്മൾ 4 പേരുണ്ട് ഇപ്പം. അപ്പോൾ അവർക്ക് പ്രൊമോഷണൽ ഫെയർ ആയിട്ട് $220 രൂപയാണ്. $280 ആണ് US, അല്ല മറ്റേ ഹോങ്കോങ് ഡോളേഴ്സ് ആണ് ഇപ്പോൾ അവർ ചാർജ് ചെയ്തത്. എത്ര ഡിഫറൻസ് പറയാം? ഒരാൾക്ക് ഒരു 40 രൂപയോളം 50 രൂപയോളം കുറഞ്ഞു നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ട്രിപ്പെല്ലാം തീർന്ന് ഇനി എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലെ ട്രിപ്പ്? ഓവറോൾ എക്സ്പീരിയൻസ് ഒരു ഡിഫറെൻറ്റ് തന്നെയാണ്. ഡെവലപ്ഡ് കൺട്രിയിൽ വന്നതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതെ അതെ. ഫോക്കറ്റ് ടൂറിസം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. ഇവിടെ നമ്മൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലാണ്ട് നമ്മളെ തേടി ആരും നമ്മളെ വരണം അങ്ങനെയൊന്നും ആയിരുന്നല്ല. നമ്മൾ ചെല്ലുന്നിടത്ത് നമുക്ക് ആവശ്യമുള്ള ഹെൽപ്പ് എല്ലാം കിട്ടുന്നുണ്ട്. അല്ലാണ്ട് നമ്മളെ തേടി ആരും നിൽക്കുന്നൊന്നുമില്ല. എല്ലാവരും അവരവരുടെ ജോലിയിൽ ബിസി. നമ്മളതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുക, അത്രയും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റി എക്സ്പ്ലോറേഷൻ മാത്രമാണ്, അല്ലാതെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നല്ല പറയാൻ. അല്ല, ബേസിക്കലി വേറെ ഒരു രാജ്യത്ത്, പല രാജ്യത്ത് യാത്ര ചെയ്തവർക്കാണ് ഇവിടെ വന്നിട്ട് ഒരു യാത്ര ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരവർ ചെയ്യണം. അതെ, ഒരു ഭാഷാ വിഷയമാണ്. ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ വേറെ മാപ്സ് ഉപയോഗിച്ച് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കണം. അതുകൊണ്ട് ആദ്യമായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ രാജ്യത്ത് വരിക എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ഒരു ഹോങ്കോങ് പോലത്തെ ഒരു ഡെവലപ്ഡ് കൺട്രിയിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആൾക്കാരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എക്സാക്ട്ലി. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത്. സിറ്റി ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് ഹോങ്കോങ്. യെസ്, അതാണ് ശരിക്കും. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, US-ലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയുടെ ഏതെങ്കിലും ഒരു വലിയ സിറ്റിയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകുന്ന മാതിരിയുള്ള ഒരു എക്സ്പ്ലോറേഷൻ തന്നെയാണ് നമുക്കിവിടെ നമുക്ക് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ വരാൻ പറ്റിയ രാജ്യമാണ്. ചിലപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നോക്കുമ്പോൾ ചീപ്പായിട്ട് കണ്ടേക്കാം, പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം എല്ലാം എക്സ്പെൻസീവാണ്. ഹോട്ടൽ റൂംസിൽ വെള്ളം പോലും നമ്മുടെ പൈസ കൊടുത്ത് മേടിക്കണം. അതെ, അതും 4 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ. 4 സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ചിട്ട് $5 ആണ് അവർ ചാർജ് ചെയ്തത്. ഒരു 500 ml വാട്ടർ. ഇലക്ട്രോണിക് ഐറ്റംസ് കുറച്ച് ചീപ്പാണ്. ഇപ്പം ഞാനൊരു S10+ മേടിച്ചിട്ട് അത് നമ്മുടെ നാട്ടിൽ ഒരു 67,000 റുപ്പീസോളം വരുന്നത് അവിടെ ഒരു 51-50 റേഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ടാക്സ് ഫ്രീ ആണ്. അപ്പം ഇലക്ട്രോണിക് ഐറ്റംസ് നമുക്ക് മേടിക്കുന്നതിന് ചീപ്പാണ്.
പക്ഷെ അതിന് വേറെ കുഴപ്പമെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ വാറണ്ടി ഇല്ല. ഹോങ്കോങ് മൊബൈൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഹോങ്കോങ് ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ. റെഡ് ടാക്സി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് വരുമ്പം റെഡ് ടാക്സിയാണ് ഏറ്റവും ലാഭം. ഇൻഡിവിജ്വലി വരുന്നവർക്ക് ശരിക്കും MTR ഒക്കെ യൂസ് ചെയ്യാം, അതായത് ഇവിടുത്തെ മെട്രോ, അത് ആണ് ലാഭം. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഞങ്ങൾ കാറ് യൂസ് ചെയ്തിട്ട്, അതായത് റെഡ് കാർ ഉണ്ട്, റെഡ് കാർ മാത്രം എടുക്കുക, റെഡ് കാർ യൂസ് ചെയ്തിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ 4 പേരുള്ളതുകൊണ്ട് ഞങ്ങൾ ആ എമൗണ്ട് ഷെയർ ചെയ്ത് പോകുന്നതുകൊണ്ട് അധികം റേറ്റ് വരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് സ്റ്റേഷനെത്തി, അതായത് എയർപോർട്ടിലൂടെ എത്തി. എയർപോർട്ടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത്ര അറിവില്ല, എത്രമാത്രം വലുതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഭയങ്കര വലിയ എയർപോർട്ട് തന്നെയാണ് ഇത്. ആക്ച്വലി പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പേര് ഞാൻ വിട്ടു, ഞാനത് മെൻഷൻ ചെയ്യാം. അവിടെ ആയിരുന്നു, അത് വലിയ മലകളുടെ ഇടയ്ക്കായിരുന്നു അന്നത്തെ എയർപോർട്ട്. അപ്പോൾ അന്ന് അത് കുറച്ച് റിസ്കി ആയിരുന്നു, സ്ഥലപരിമിതി കുറവായിരുന്നു. അങ്ങനെ പുതുതായിട്ട് സ്ഥാപിച്ച എയർപോർട്ടാണിത്. ഇവിടെ അത്യാവശ്യം എന്താ പറയുക, ഇവിടെ ഹോങ്കോങ്ങിൽ തീരെ സ്ഥലമില്ല. അപ്പോൾ അത് കാരണം അവർ കടലിൽ നികത്തി പണിത എയർപോർട്ടാണിത്. വലിയ എയർപോർട്ട് തന്നെയാണിത്. അതുപോലെ തന്നെ നല്ല തിരക്കുള്ള എയർപോർട്ടും. ഇവിടെ നമുക്ക് ചെക്കിൻ കൗണ്ടേഴ്സ് ഉണ്ട്, ഓട്ടോമാറ്റിക് ചെക്കിൻ കൗണ്ടേഴ്സ്. നമുക്കിപ്പം ചെക്കിൻ ബാഗേജ്, ലഗേജ് ഒന്നുമില്ല, നമുക്ക് ഹാൻഡ് ബാഗ് മാത്രമുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെക്കിൻ ചെയ്ത് തന്നെ കൗണ്ടറിൽ ക്യൂ നിൽക്കാതെ നമുക്ക് കയറി പോകാൻ പറ്റും. അത് തന്നെ ഈ വെൻഡിങ് മെഷീനിൽ തന്നെ ബോർഡിംഗ് പാസ് പ്രിൻ്റ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കൗണ്ടറിൽ പോയി നമ്മുടെ ചെക്കിൻ ബാഗേജ് കൊടുത്ത് ബോർഡിംഗ് പാസ് മേടിക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ ചെക്കിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഞങ്ങൾ ചെക്കിൻ ചെയ്ത് കഴിഞ്ഞു. രഞ്ജി ഞങ്ങളുടെ ഒപ്പം അല്ല വരുന്നത്, അദ്ദേഹം ഇവിടെ കൊളംബോയ്ക്ക് പോവാണ്, ശ്രീലങ്കയ്ക്ക്. ഒഫീഷ്യൽ ട്രിപ്പാണ്. അപ്പം ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് മെയിൽ വന്നത്, നേരെ കൊളംബോയ്ക്ക് വിട്ടോളാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ വിഷമത്തിലാണ്, കാരണം ഒറ്റയ്ക്ക് പോകണേ. അതും കോലാലംപൂരിൽ ചെന്നിട്ട് നല്ലൊരു സമയം അവിടെ ഉണ്ട്, ഹോട്ടലുണ്ടല്ലേ, 5 മണിക്കൂർ. അത്ര നേരം പോസ്റ്റ് പിടിച്ചിരിക്കണം. ഞങ്ങളല്ല ചൊവ്വാഴ്ച തിരിച്ച് നാട്ടിൽ വീട്ടിലെത്താൻ പറ്റുള്ളൂ. എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇനി പോകുന്നത് ഇവിടുന്ന്. വേറൊരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ കാർഡ് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കൊലാലംപൂരിൽ എയർപോർട്ട് ലോഞ്ച് യൂസ് ചെയ്തത്. അപ്പോൾ അതും ഞങ്ങൾക്ക് മിസ്സാവും, 2 പേരെയും മിസ്സാവുക. അപ്പോൾ ശരി, അപ്പോൾ എൻ്റെ കാർഡ് മിസ് ചെയ്തല്ലേ, എന്നെ അല്ല. പൊട്ടിക്കരയട്ടോ, പൊട്ടിക്കരയും. അപ്പം വിട പറയുകയാണ്, ഹോങ്കോങ്ങിനോട് വിട പറയുന്നു. ഓക്കെ, ടാറ്റ, ബൈഡാ. ഞാൻ ലണ്ടനിലേക്കാണ്. ഓക്കെ, ബൈ. ലണ്ടൻ, ഓൾ ദി വേ ടു ലണ്ടൻ. ഇന്ത്യ. ഇവിടെ ഒരു സർവേ നടത്തുവാണ്. അതായത് നമ്മളോട് ചോദിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ഓവറോൾ എക്സ്പീരിയൻസും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായെന്നും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടതും എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവരെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇവിടുത്തെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ടൂറിസത്തിന് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള സർവേകൾ സഹായിക്കും. അപ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് ഫോമും തന്നിട്ടുണ്ട് അവർ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്തിട്ട് അവിടെ ഡ്രോപ്പ് ബോക്സിൽ നിക്ഷേപിക്കാം. ഇത് നമുക്ക് നാട്ടിൽ നടപ്പാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും ചെക്ലാപ്കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് യഥാർത്ഥ പേര്. 1998 ഇവിടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനു മുമ്പ് വരെ ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നറിയപ്പെട്ടിരുന്നത് കൈത്തക് എയർപോർട്ടായിരുന്നു. അത് വളരെ പഴക്കം ചെന്ന ഒരു എയർപോർട്ടായിരുന്നു. അതായത് 1925 സ്ഥാപിച്ച ഒരു എയർപോർട്ടായിരുന്നു കൈത്തക് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടുകളിലൊന്നാണ് ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടുത്തെ ഓരോ ടെർമിനലുകളിലെ ഗേറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ വലിപ്പം മനസ്സിലാകും. ഏകദേശം 65,000-ഓളം തൊഴിലാളികളാണ് ഈ എയർപോർട്ടിൽ പല മേഖലകളിലായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ 4 ഇൻ്റർനാഷണൽ എയർലൈനുകളുടെ ഹബ്ബ് കൂടിയാണ് ഈ ചെക്ലാപ്കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട്. കാത്തായ് പസഫിക്, കാത്തായ് ഡ്രാഗൺ, ഹോങ്കോങ് എയർലൈൻസ്, ഹോങ്കോങ് എക്സ്പ്രസ്, ഇതൊക്കെയാണ് ഈ 4 പ്രധാനപ്പെട്ട എയർലൈനുകൾ. ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ ലോകത്തിൽ തന്നെ ടാക്സ്ലെസ് ട്രേഡിംഗ് നടക്കുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ഹോങ്കോങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള കാർഗോ ഗേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗേറ്റ് 228. അപ്പോൾ നമുക്ക് ട്രെയിനിലാണ് പോകുന്നത്. 2 ട്രെയിൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുമുണ്ട്. കയറി പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് വന്നപ്പം അധികം തിരക്കൊന്നും കാണുന്നില്ല. ഇനി ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ തിരക്കുണ്ടായിരിക്കും. നമ്മൾ പോകേണ്ട ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട്. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ മൗണ്ടൻ കേബിൾ കാർ ഉണ്ടല്ലോ, അതാണ് അങ്ങ് ദൂരെ കാണാം. അപ്പോൾ നമ്മൾ അവിടുന്ന് എയർപോർട്ട് കാഴ്ചകളും കണ്ടിരുന്നുണ്ട്. ഓക്കെ, ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതവിടെ കാത്തായ് പസഫിക്കിൻ്റെ ഫ്ലൈറ്റുകളെല്ലാം നിരയായിട്ട് കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. അതിൻ്റെ ഒപ്പം തന്നെ അങ്ങേയറ്റത്ത് കിടക്കുന്നത് ഫിൻഎയറിൻ്റെ ഫ്ലൈറ്റാണ്. അതായത് ഫിൻലാൻഡിൻ്റെ നാഷണൽ ക്യാരിയറാണ്. ഇതാ നമ്മുടെ ഫിൻഎയർ പുറപ്പെടാൻ പോകുന്നു. ഞാൻ ഈ ഫിൻഎയറിൽ കൊച്ചിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 2006, 2007 ആ സമയത്തൊക്കെ. അതായത് അന്ന് ബോംബെയിൽ നിന്ന് ഫിൻഎയറിന് സർവീസ് ഉണ്ടായിരുന്നു ഹെൽസിങ്കിയിലേക്ക്. ആ സമയത്ത് ഞാൻ കൊച്ചിൻ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫ്ലൈറ്റ് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നില്ല. ഇന്നാണ് ഞാൻ ഫിൻഎയറിൻ്റെ ഫ്ലൈറ്റ് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടിയാണ്. മാത്രമല്ല പെട്ടെന്ന് അത് കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ കൂടി ഫീൽ ചെയ്തു. ഇത്തവണ എനിക്ക് റെഡ് സീറ്റ് കിട്ടിയില്ല, ബ്ലാക്ക് ആയില്ല. എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരെ റെഡാണ്, എനിക്ക് ബ്ലാക്ക് കിട്ടി. അതുപോലെ ലെഗ് സ്പേസ് കുറവാണ്, പക്ഷേ റിക്ലൈനബിളാണ്. അങ്ങനെയുള്ളൊരു ഗുണം. ഇതാ വേറെ ഒരെണ്ണം പോകുന്നു, ചൈന എയർലൈൻസ് എന്ന് പറയുന്നത് ചൈനയുടെ നാഷണൽ ക്യാരിയർ അല്ല. കാരണം ചൈനയുടെ നാഷണൽ ക്യാരിയർ എന്ന് പറയുന്നത് എയർ ചൈനയാണ്. അപ്പോൾ ഇത് അറിയില്ല, ഇനി സബ്സിഡറി കമ്പനി വല്ലതും ആയിരിക്കാം. ഇതാ ലുഫ്താൻസയുടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അത് ഫ്രൈറ്ററാണ് കേട്ടോ, കാർഗോ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള വിമാനമാണത്. ഫ്രൈറ്റർ എയർക്രാഫ്റ്റ് എന്ന് പറയും. ലുഫ്താൻസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയുടെ പ്രധാനപ്പെട്ട ഒരു എയർലൈനാണ്. യൂറോപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എയർലൈനുകളിൽ ഒന്നാണ് ലുഫ്താൻസ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഹോങ്കോങ് എക്സ്പ്രസ്. അടുത്തത് കാത്തായ് പോകുന്നു. കാത്തായുടെ വേറെ ഒരെണ്ണം ടേക്ക് ഓഫ് നടക്കുന്നു. ഇത് 2 എണ്ണം ഒരുമിച്ച്, കാത്തായ് പസഫിക്കും കാത്തായ് ഡ്രാഗണും. എന്നാ കലയാന്ന് നോക്കിയാൽ ഞാൻ തിരിഞ്ഞു വരുന്നുണ്ടോ. ഒരുപാട് സമയം നമ്മൾ ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് ടേക്ക് ഓഫ് നടത്താൻ പറ്റുള്ളൂ. കാരണം അത്രയേറെ ട്രാഫിക്കാണ് ഇവിടെ ഉള്ളത്. ഏകദേശം ഒരു മിനിറ്റിലൊരു ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും അതുപോലെ തന്നെ ലാൻഡിങ്ങും നടക്കുന്ന തിരക്കേറിയ എയർപോർട്ട് തന്നെയാണ് ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇവിടുത്തെ ഈ തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ കോലാലംപൂരിലേക്കാണ്, അവിടുന്ന് പിന്നെ കൊച്ചിയിലേക്ക്. അപ്പോൾ നമ്മുടെ ഹോങ്കോങ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഹോങ്കോങ് സീരീസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും ഹോങ്കോങ് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് പിന്നീടാണെങ്കിലും ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.